ഹലോ കൂട്ടുകാരെ, ഈ കാണുന്ന മൈക്രോ മിഡി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് പഴയ ജീൻസിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ മനോഹരമാണ്, കുട്ടികൾക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു ജീൻസ് കൊണ്ട് 2 മൈക്രോ മിഡി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ബ്ലൂ കളർ ജീൻസിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമ്മൾ വേറൊരു ബ്രൗൺ കളറുള്ള ഒരു കോട്ടൺ പാൻറ് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ മൈക്രോ മിഡിയാണിത്. ഇതും വളരെ മനോഹരമാണ് കാണാൻ. ഏത് പഴയ പാൻറ്റും ഏത് പഴയ ജീൻസും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ മനോഹരമാണ് ഇതുണ്ടാക്കുന്നത്. കൈകൊണ്ട് തയ്ച്ചാണ്. നമുക്ക് തയ്യൽ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ബ്ലൂ കളർ ജീൻസിൻ്റെ മുകൾ വശമാണിത്. നമ്മൾ താഴ്വശം കട്ട് ചെയ്തെടുത്ത് ഒരു മൈക്രോ മിഡി ഉണ്ടാക്കി. അതിൻ്റെ മുകൾ വശമാണിത്. മുകൾ വശവും കാണാനും വളരെ മനോഹരമാണ്. ബെൽറ്റ് കെട്ടാം. അതുപോലെ തന്നെ മുകൾ വശത്ത് ഒരു സിബുണ്ട്, ഒരു ബട്ടൺസുമുണ്ട്. ഇരിക്കാനും നടക്കാനും എല്ലാം വളരെ കംഫർട്ടബിളാണ്. നമുക്ക് നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. വളരെ മനോഹരമായിട്ടുള്ള മൈക്രോ മിഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ബ്ലൂ കളർ ജീൻസിൻ്റെ മൈക്രോ മിഡിയാണ് ഈ കാണുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നല്ലൊരു മൈക്രോ മിഡി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ജീൻസിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മുകൾ വശത്ത് പൂക്കളും അതുപോലെ തന്നെ മുത്തുകൊണ്ടുള്ള ഡെക്കറേഷനും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നേരത്തെ എടുത്തൊരു കട്ട് ചെയ്ത ഒരു പാൻറ്റാണിത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ കളറിലുള്ള ഒരു കോട്ടൺ പാൻറ്റ് കൊണ്ടാണ്. കോട്ടൺ പാൻറ്റ് കട്ട് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇറക്കം നോക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 25 ഇഞ്ച് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കുട്ടികളുടെ വലിപ്പം നോക്കിയിട്ട് എത്ര ഇറക്കം വേണം നോക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 25 ഇഞ്ചാണ്. 2 സൈഡും അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ആ മാർക്കിങ്ങിന് നേരെ ഒരു സ്കെയിൽ വെച്ച് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. നേരെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇറക്കം കുറച്ച് മതിയെങ്കിൽ 20 ഇഞ്ചോ 22 ഇഞ്ചോ ഒക്കെ എടുത്താൽ മതിയാവും. അതിനുശേഷം ആ വരയിലൂടെ കട്ട് ചെയ്ത് എടുക്കുക. വളരെ ശ്രദ്ധാപൂർവം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 കാലും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇപ്പോൾ 2 കാലും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത പീസിൻ്റെ സൈഡിലൂടെ അത് കട്ട് ചെയ്ത് വീണ്ടും ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അതിൻ്റെ സൈഡിലുള്ള തയ്യലിൻ്റെ മണ്ടയിലൂടെ കട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. കട്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അത് കട്ട് ചെയ്ത് നേരെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ 2 പാൻറ്റിൻ്റെയും കാല് സൈഡിലൂടെ കട്ട് ചെയ്ത് നമ്മൾ വേർതിരിച്ചെടുത്തു. 2ഉം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസുകളും ചേർത്ത് തയ്ച്ചെടുക്കണം. അതാണ് ഇനിയുള്ള പണി. രണ്ട് സൈഡും ചേർത്ത് വെച്ച്
നമുക്ക് തയ്ച്ചെടുക്കാം. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാം. ഇത് നേരത്തെ തയ്ച്ച ആ പാവാടയുടെ അടിവശം തയ്ച്ചെടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്ത ഈ പാൻറ്റിൻ്റെ അടിവശം വളരെ നല്ല രീതിയിൽ തയ്ച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടിവശം തയ്ക്കേണ്ട ആവശ്യമില്ല. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ കൊണ്ട് വളരെ വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാം. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 2 മൈക്രോ മിഡി തയ്യാറാക്കിയെടുക്കാം. ഇനിയും നമ്മൾ ഈ കട്ട് ചെയ്ത ഈ 2 പീസുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കണം. അതൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ 2 പീസും കൂടെ കൂട്ടി നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അതിനകത്ത് ഒരുപാട് ഭംഗിയൊന്നും നോക്കണ്ട. ആർക്ക് വേണമെങ്കിലും, കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും വളരെ ഇതായിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചു. ഇനിയും മറ്റേ 2 സൈഡ് കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ നല്ലപോലെ തയ്ച്ചെടുത്തു. ഇനി മറു സൈഡ് ഒന്ന് തയ്ച്ചെടുക്കാം. മുകൾ വശത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടണം. കാരണം നമുക്കവിടെ മടക്കി അടിച്ച് അതിനൂടെ വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മുകൾ വശം കംപ്ലീറ്റ് ആയിട്ട് തയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സൈഡും കൂടെ തയ്ച്ചു കൊടുക്കാം. അവിടെ കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്. അവിടെ തയ്ക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് തയ്ക്കുക. കയ്യിൽ സൂചി കൊണ്ട് കയറാതെ സൂക്ഷിക്കണം. കുട്ടികൾക്ക് നമുക്ക് അധികം പൈസ ചിലവില്ലാതെ വളരെ മനോഹരമായിട്ടുള്ള മൈക്രോ മിഡി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ കുറച്ച് പൂക്കളോ അല്ലെങ്കിൽ മുത്തുകളോ എന്തെങ്കിലും കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞു. രണ്ട് സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയുമുള്ള പണി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് മടക്കി അടിച്ച് അതിൽ നമുക്ക് വള്ളി ഇടുക എന്നുള്ള പണിയാണുള്ളത്. അതിനായിട്ട് അതിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്ന് തയ്ച്ചെടുക്കണം. നമ്മൾ സാധാരണ പാവാടയ്ക്കൊക്കെ വള്ളി ഇടുന്നത് പോലെ തന്നെ മടക്കി തയ്ച്ച് അതിനുള്ളിൽ വള്ളി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള വലുപ്പത്തിൽ മടക്കി മുകൾ വശം തയ്ച്ചു കൊടുക്കുക. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെ തയ്ക്കാം, മനോഹരമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുകൾ വശം തയ്ച്ചു, അതിനുള്ളിൽ ഒരു വള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മൈക്രോ മിഡിയുടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നാം. അതിനായിട്ട് നമുക്ക് സാധാരണ മൈക്രോ മിഡിയൊക്കെ വരുമ്പോൾ അതുപോലെ അതിൻ്റെ പുറകുവശം
ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനിയും കട്ട് ചെയ്ത അതിൻ്റെ സൈഡ് കൂടെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം, കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള നമ്മളുടെ മൈക്രോ മിഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ അമ്മുക്കുട്ടി ഒന്ന് ഇട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ മൈക്രോ മിഡി ഇട്ട് അമ്മുക്കുട്ടി നടന്ന് കാണിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു മൈക്രോ മിഡിയാണ്. അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ കളറ് ജീൻസിൻ്റെ മുകൾ വശമാണിത്. മുകൾ വശം ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ല, അന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല. മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശമാണിത്. അപ്പോൾ ഒരു ജീൻസിൽ നിന്നും 2 മൈക്രോ മിഡിയാണ് നമുക്ക് കിട്ടുന്നത്. ഇരിക്കാനുമൊക്കെ വളരെ നല്ല സുഖമാണ്, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.